ഹലോ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡ്രോസോഫിലയുടെ ഡെവലപ്മെൻറ്റൽ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് ഫോർമേഷന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്യാപ്പ് ജീനുകളെക്കുറിച്ചാണ്. ഗ്യാപ്പ് ജീനുകൾ. ഈ ഗ്യാപ്പ് ജീനുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടിൽ ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെയാണ് ഗ്യാപ്പ് ജീനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ് സ്പെസിഫൈ ചെയ്യുന്നത് മാറ്റേണൽ ജീൻസ് വഴിയാണല്ലോ. ബൈക്കോയിഡും നാനോസും ഒക്കെ കോഡലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ട ജീനുകളാണ്. അപ്പോൾ ഇത് ഗ്യാപ്പ് ജീനുകൾ എന്നറിയപ്പെടുന്ന ഈ സൈഗോട്ടിലുള്ള ആദ്യത്തെ ജീൻ എക്സ്പ്രഷനാണിത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ജീനുകൾ ക്രുപ്പൽ, നെർപ്സ്, ജയൻറ്റ് തുടങ്ങിയ ജീനുകൾ. അത് ഈ ബൈക്കോയിഡും ഹഞ്ച് ബാക്കും കോഡലൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മോർഫോജൻ ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന മറ്റ് ജീനുകളാണ് ഈ ക്രുപ്പലും, നെർപ്സ്, ജയൻറ്റ്, അങ്ങനെ ഈ പേരുകളിൽ അറിയപ്പെടുന്ന ജീനുകളൊക്കെ. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഏതൊക്കെ ജീനുകളാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ജീനുകൾക്ക് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഏത് ബോഡി പാർട്ടാണോ ഉണ്ടാവേണ്ടിയിരുന്നത് ആ ബോഡി പാർട്ട് ഉണ്ടാവാതെ അവിടെ ഒരു ഗ്യാപ്പ് രൂപപ്പെടും. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ഈ ജീനുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്യാപ്പ് ജീനെന്ന് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ ജീൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹഞ്ച് ബാക്ക് ഓൾറെഡി തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഇതിലും സൈഗോട്ടിക് ജീനായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഹഞ്ച് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിംഗ് ഫിംഗർ സ്ട്രക്ചറുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ഇത് പ്രധാനമായിട്ടും ഇതൊരു ആൻറ്റീരിയർ മോർഫോജനായിട്ട് തന്നെയാണ് ഇവിടെയും ആക്ട് ചെയ്യുന്നത്. ഈ കേസിലും ഇത് ആൻറ്റീരിയർ പാർട്ടിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു മോർഫോജനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് റീജിയൻ്റെ സ്പെസിഫിക്കേഷൻ, ഇന്ന റീജിയൻ ഹെഡ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു മാറ്റമാണ് അതിൽ കാണാൻ പോവുക. ദെൻ രണ്ടാമത്തെ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രുപ്പൽ എന്ന് പറയും. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജീനാണ്. ഇതും ഒരു സിംഗ് ഫിംഗർ സ്ട്രക്ചറാണ്, സിംഗ് ഫിംഗറുള്ള ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്രോഡ് സ്ട്രൈപ്പുകൾ ഇവിടെ എംബ്രിയോയുടെ മിഡ് പാർട്ടിൽ, എംബ്രിയോയുടെ മധ്യഭാഗത്തായിട്ട് ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു സ്ട്രൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇത് എംബ്രിയോ ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ മിഡിൽ പാർട്ടിൽ ഒരു ഫസ്റ്റ് സ്ട്രൈപ്പ് ഇടും. ഒരു സെഗ്മെൻറ്റേഷൻ പോലെ, ഒരു സെഗ്മെൻറ്റ് പോലെ കാണാൻ പറ്റില്ല, പക്ഷേ അത് ഒരു സ്ട്രൈപ്പ്, ഒരു മൊളിക്യൂൾസിൻ്റെ ഒരു സ്ട്രൈപ്പിംഗ് അവിടെ നടത്തും. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് സ്ട്രൈപ്പിംഗ് ദാറ്റ് ഈസ് ഡൺ ബൈ ദി ക്രുപ്പൽ എന്ന് പറയുന്ന ജീനാണ്. അപ്പോൾ അത് ട്രങ്ക് പാറ്റേണിങ്ങിലും ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു ജീനാണ് കേട്ടോ. ദെൻ അടുത്ത ജീന് നെർപ്സ് എന്ന് പറയും. നെർപ്സ് ഒരു സ്റ്റിറോയിഡ് റിസപ്റ്ററാണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രൈപ്പുകൾ ഇടും, 2 stripes, വൺ ഇൻ ദി ആൻറ്റീരിയർ ആൻഡ് വൺ ഇൻ ദി പോസ്റ്റീരിയർ. ആൻറ്റീരിയർ റീജിയനിൽ ഒരു സ്ട്രൈപ്പ് ഇടും, പോസ്റ്റീരിയർ റീജിയനിൽ ഒരു സ്ട്രൈപ്പ് ഇടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻറ്റീരിയർ ആണെങ്കിൽ ഈ ഭാഗത്ത് ഒരു സ്ട്രൈപ്പ്, ഇത് പോസ്റ്റീരിയർ ആണെങ്കിൽ ഇവിടെ ഒരു സ്ട്രൈപ്പ്. അപ്പോൾ ടോട്ടലി നമുക്കിപ്പോൾ കുറച്ച് സെഗ്മെൻറ്റുകളായിട്ട് ഇത് മാറും. അടുത്ത ജീൻ എന്ന് പറയുന്നത് ജയൻറ്റ്. ഈ ജയൻറ്റും ഈ 2 സ്ട്രൈപ്പ് ഫോർമേഷനെ തന്നെയാണ് സഹായിക്കുന്നത്. അത് ട്രങ്ക് പാറ്റേണിങ്ങിനാണ് സഹായിക്കുന്നത്. അപ്പോൾ മൂന്ന് ജീനുകൾ ട്രങ്ക് റീജിയൻ്റെ പാറ്റേണിങ്ങിനെ സഹായിക്കുന്നതാണ്. അതായത് ക്രുപ്പൽ, നെർപ്സ്, ജയൻറ്റ്, ഈ 3 ജീനുകൾ. ഇവർ 3 പേരും ഈ ട്രങ്കാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഹെഡ് റീജിയൻ്റെ സ്പെസിഫിക്കേഷനെയാണ് ഹഞ്ച് ബാക്ക് സഹായിക്കുക. കോഡൽ എന്ന് പറയുന്നത് അബ്ഡോമൻ സ്പെസിഫിക്കേഷനെ സഹായിക്കുന്ന ജീനാണ്. ഈ കോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റീരിയർ മോർഫോജനാണ്. നേരത്തെ തന്നെ നമ്മൾ ഈ ജീനിനെ കുറിച്ച് സംസാരിച്ചതായതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. അടുത്ത ടെർമിനൽ റീജിയനെ അതിൻ്റെ സെഗ്മെൻറ്റ് സ്ട്രൈപ്പ് ഫോർമേഷനൊക്കെ സഹായിക്കുന്ന 2 ജീനാണ്. ടെർമിനൽ റീജിയനിൽ ഹക്ബീനും ടെയിൽലെസ്സും 2 ജീൻസാണ്.
ടെർമിനൽ സ്ട്രൈപ്പ് ഫോർമേഷനെ സഹായിക്കുന്നത്. അടുത്തത് ഈ ഹെഡ് റീജിയനിൽ ഹെഡ് റീജിയൻ്റെ സെഗ്മെൻറ്റേഷനെ സഹായിക്കുന്ന കുറേയധികം ജീനുകളുണ്ട്. ബട്ടൺ ഹെഡ്, ക്യാപ്പ് ആൻഡ് കോളർ, നോട്ട്, ക്രോക്കോഡൈൽ, ഓർത്തോഡെൻറ്റിക്കിൾ, എംറ്റി സ്പൈറക്കിൾ, സ്ലോപ്പി പെയർഡ്, ഓൾ കൺട്രോൾഡ് ബൈ ബൈക്കോയിഡ്. ഇത്രയും ഇതെല്ലാം തന്നെ ബൈക്കോയിഡ് ആണ് എല്ലാറ്റിനെയും തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ബൈക്കോയിഡിനെ കുറിച്ച് സംസാരിച്ചതാണ്. ബൈക്കോയിഡ് ആണ് എല്ലാറ്റിനെയും. ബൈക്കോയിഡ് ഒരു ആൻറ്റീരിയർ മോർഫോജൻ ആയതുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിൽ ആക്ടിവേറ്റഡ് ആകുന്ന ജീനുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇനി നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഈ ഗ്യാപ്പ് ജീനുകളുടെ എക്സ്പ്രഷൻ ഒന്ന് വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രമാണിത്. അത് നമ്മൾ പറഞ്ഞു ക്രുപ്പൽ എന്ന് പറഞ്ഞ ജീൻ. അത് ഈ മിഡ് റീജിയനിൽ ഈ നീല നിറത്തിലുള്ള ഇതാണ് ആദ്യത്തെ സ്ട്രൈപ്പ് വരുന്ന മിഡ് റീജിയനിൽ വരുന്ന സ്ട്രൈപ്പ്. പിന്നീട് നമ്മൾ നെർവ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ റെഡ് റീജിയനിൽ ഇതാ ഈ റെഡും ഈ നെർവ്സും ജയൻറ്റും കൂടി സെയിം ഫങ്ഷനാണ് ചെയ്യുന്നത്. അത് സെക്കൻഡ് സ്ട്രൈപ്പ്, 2 സ്ട്രൈപ്പുകൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി 3 സ്ട്രൈപ്പുകളാണ് ഉണ്ടാവുക. ക്രുപ്പൽ ഉണ്ടാക്കുന്ന ഒരു സ്ട്രൈപ്പും നെർവ്സും ജയൻറ്റും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു റീജിയനിൽ വരുന്ന സ്ട്രൈപ്പ് ഫോർമേഷൻ. പിന്നെ ടെയിൽലെസ് ഒക്കെ ടെർമിനൽ റീജിയനിൽ ടെയിൽ റീജിയനിലൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പം മേജർ ബ്രോഡ് സെഗ്മെൻറ്റുകളാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ഇനി ഇതിനെ ഫർദർ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളാക്കി മാറ്റേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പെയർ റോൾ ജീനുകളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും.